ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഫൈനലി പിക്സൽ ഹീറോസ് ഈവൻറ്റിനെ കുറിച്ചുള്ള അപ്ഡേഷൻ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ ആരും തന്നെ നെറുട്ടോ കൊറ വൈബിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ലെന്ന് ഇന്നെ അറിയാം. പ്രത്യേകിച്ച് ആനിമി ഫാൻസ് വേറെ വഴിയില്ല ഗൈസ്, നമുക്ക് എന്തായാലും ഇപ്പോൾ വരത്തില്ല, 6 മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി. പക്ഷേ അതിനു മുമ്പ് നമുക്ക് അടുത്തായി വരാൻ പോകുന്നത് പിക്സൽ ഹീറോസ് പറഞ്ഞിട്ട് ഒരു ഈവൻറ്റ് വരുന്നുണ്ട്. എന്തായാലും നെറുട്ടോ ഈവൻറ്റ് ഈക്വൽ അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ഈവൻ്റാണ്. ഈ പിക്സൽ ഹീറോ കൊളാബറേഷൻ അനുബന്ധിച്ച് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്, അതുപോലെ ഏതൊക്കെ ബണ്ടിൽസ് ഫ്രീ ആയി തരുന്നുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ, ഈ 7th ആനിവേഴ്സറി ഈവൻറ്റിനേക്കാളും ഈ ഒരു ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. വരാൻ പോകുന്ന കോസ്റ്റ്യൂമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബെല്ലൈക്കണം ഓണെന്ന് സെറ്റ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. നാളെ നമ്മുടെ ഗെയിമിലേക്ക് 7th ആനിവേഴ്സറി ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ഈവൻറ്റ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ടത്തക്ക ഒന്നും തന്നെയില്ല ഈ ലക്കി വീൽ ഈവൻറ്റിൽ. ഇതിനുശേഷം നമ്മുടെ ഗെയിമിൽ കുറേ റിംഗ് ഈവൻറ്റ്സ് വരാൻ പോകുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു റിംഗ് ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റിംഗ് ഈവൻ്റാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കും. മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മെയിൽ ബണ്ടിൽ. ഓക്കെ, ഫീമെയിൽ ബണ്ടിൽ വന്നിട്ട് റൈറ്റ് സൈഡ് കാലിലാണ് ആനിമേഷൻ ഉള്ളത്. പക്ഷേ നേരെ മറിച്ച് മെയിൽ ബണ്ടിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിലായിട്ടാണ് എഫക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബണ്ടിൽ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂവാൾ സ്കിന്നാണുള്ളത്. അവസാനം വരുന്നത് ഇമോട്ടാണ്. ഇതാണ് ആ ഒരു ഇമോട്ട്. ഇതൊക്കെ ആയിരിക്കും റിംഗ് ഈവൻറ്റിൽ വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞു വെച്ചോളൂ. ഓക്കെ, ടോക്കൺ വീൽ വഴിയായിരിക്കും നമുക്ക് ഈ ഇവൻറ്റ് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പിക്സൽ ഹീറോ പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അതിൻ്റെ കൊളാബ് വരുന്നുണ്ട്. കൊളാബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൊളാബിനേക്കാളും അതിൻ്റെ ഈവൻറ്റാണ് മെയിനായിട്ടുള്ളത്. ഈവൻറ്റിൽ കുറേ കാര്യങ്ങൾ ഗെയിമിൽ വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഫസ്റ്റ് വന്നിട്ടൊരു ബണ്ടിലാണ്. ഈ ബണ്ടിലെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ബണ്ടിൽ ഇതുവരെ ഫ്രീ ഫയർ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാൻ നല്ല രസമുള്ള ഒരു ബണ്ടിലാണ്. പിന്നെ ഇതിലൊരു റെഡ് കളർ ബണ്ടിലുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ബണ്ടിൽ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് ബണ്ടിൽ. കിടക്കാച്ചി ബണ്ടിലല്ലേ. കൂടാതെ അനിമേഷൻ ഇഫക്റ്റാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ്. ഇതാണ് പിക്സൽ ഹീറോ കൊളാബിലൂടെ വരാൻ പോകുന്ന ബണ്ടിൽ. ഇത് നമുക്ക് മെയിലിനായാലും ഫീമെയിലിനായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിലാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബണ്ടിലാണ്. കുറച്ച് ഡിഫറെൻ്റാണ് നമ്മൾ കണ്ട ബണ്ടിൽസിൽ നിന്നും. ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബണ്ടിൽ തന്നെയാണ്. ഈ 3 ബണ്ടിലാണ് പിക്സൽ ഹീറോ ഈവൻറ്റ്സിൽ വരുന്നത്. ഈ ബണ്ടിൽ നമുക്ക് മെയിലിനും ഫീമെയിലും യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഒരു ഇമോട്ട. ഇത് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കാം നമുക്ക് തരുമോ എന്ന്. പിന്നെ വരുന്നത് ബാക്ക് പാക്കാണ്. ലെവൽ അനുസരിച്ച് പിക്സൽ സൈസ് ചേഞ്ച് ആവുന്നതുകൊണ്ട് കിടിലിനായിട്ടുണ്ട് സ്കിന്ന്. പിന്നെ വരുന്നത് ലൂട്ട് ബോക്സ് ആണ്. സർഫ് ബോർഡും വരുന്നുണ്ട്. പിന്നെ പാരച്ചൂട്ടും വരുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഇമോട്ടിനെ കുറിച്ച് കൺഫേം ആവാനുണ്ട്. മിക്കവാറും ഫ്രീ ആവാനാണ് ചാൻസ്. ഞാൻ എന്തായാലും കൺഫേം ആയ ശേഷം അറിയിക്കാം. അടുത്തതായി വരുന്നത് കാറിൻ്റെ സ്കിന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഗൺ സ്കിന്ന് വരുന്നുണ്ട്. ബൈസണിൻ്റെ ഗൺ സ്കിന്നാണ്. ഇത് ചിലപ്പോൾ റിംഗ് ഈവൻറ്റ് വഴി വരുന്നതായിരിക്കാനാണ് ചാൻസ് ഉള്ളത്. സ്പെഷ്യൽ ടോക്കണിലൂടെ വരത്തുള്ളൂ എന്തായാലും വരികയാണെങ്കിൽ. പിന്നെ വരുന്നത് നൈഫ് സ്കിന്നാണ്. അടുത്തതൊരു ഗ്രനേഡ് സ്കിന്നും വരുന്നുണ്ട്. മെയിനായിട്ട് ഗ്ലൂ വാൾ സ്കിന്നാണ്. സോ ഗ്ലൂ വാൾ സ്കിന്ന് നോക്കുകയാണെങ്കിൽ കോസ്റ്റ്യൂമിൽ ഉണ്ടായിരുന്ന പോലെ ആനിമേഷൻ ഇതിനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിംഗ് ഈവൻറ്റ് ടോക്കൺ. ഇതുപയോഗിച്ചായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന 3 ടോക്കൺ ഉപയോഗിച്ചുള്ള ഈവൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഫ്രീ ഈവൻറ്റ് പോലെ. അവസാനത്തെ ഐറ്റം ലൂട്ട് ക്രേറ്റ് ആണ്. ഇതാണ് ആ ലൂട്ട് ക്രേറ്റ്. 2-3 ലൂട്ട് ക്രേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഓവറോൾ ഇതെല്ലാമായിരിക്കും പിക്സൽ ഹീറോ ഈവൻറ്റ് ബേസ് ചെയ്ത് വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞു വെച്ചോളൂ. ഓക്കെ, തീർച്ചയായും 2 റിംഗ് ഈവൻ്റ് എങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. എനിവേയ്സ് ഗൈസ്, ഇതായിരിക്കും നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഈവൻ്റ് എന്ന് വിചാരിക്കുന്നു. കാരണം ഇതുവരെ വേറെ ഈവൻറ്റുകൾ ഗെയിം ഫയൽ ആഡ് ചെയ്തിട്ടില്ല. ഇതുകൂടാതെ തന്നെ ഈ ഫ്രീ ഫയർ ഇ സ്പോർട്സ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഓൾമോസ്റ്റ് എല്ലാ സെർവറിലും റെഡീം കോഡ്സ് കൊടുക്കുന്നുണ്ട്. ടൂർണമെൻറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഫ്രീ റിവാർഡ്സ് ഉണ്ടോ എന്ന് കൺഫേം ആക്കിയ ശേഷം ഈ വർഷത്തെ 2024 ഇ സ്പോർട്സ് വേൾഡ് കപ്പ് റെഡീം കോഡ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. Okay, anyway guys, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.